ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ ഏതാണെന്ന് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറയും ഫിനാൻസ് ആണ് എന്ന്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ് ഫിനാൻസ്. ഒരുപാട് ഓൺട്രപ്രനേഴ്സ് വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു, നല്ല പ്രോഡക്റ്റ്, നല്ല വിൽപ്പന, എന്നിട്ടും രക്ഷപ്പെടാതെ പോകുന്നതിന് ഒരു പ്രധാന കാരണം ശരിയായ ഫിനാൻസ് മാനേജ്മെന്റ് ഇല്ല എന്ന് തന്നെയാണ്. ഒരു ഓൺട്രപ്രനർ ഫിനാൻസിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളായിരിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, അക്കൗണ്ടൻസി പഠിച്ചിട്ടാണോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റിന് മാത്രമേ ബിസിനസ് തുടങ്ങാൻ കഴിയുള്ളൂ എന്നൊക്കെ ആളുകൾ പറയും. അല്ല, ഫിനാൻസ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നമ്മൾ ഇന്ന് ആ ഫിനാൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ലളിതമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിക്ക് ഫിനാൻസ് എന്താണ്, ഒരു സ്ഥാപനത്തിൽ അത് എത്ര പ്രധാനപ്പെട്ടതാണ്, അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായി 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1, അക്കൗണ്ടിങ്ങും ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഞാൻ പറഞ്ഞു ഒരു ഓൺട്രപ്രനർ ഫിനാൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ടിങ് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഫിനാൻസും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഏതൊരു സ്ഥാപനത്തിലും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഗതി എന്താണെന്ന് പ്രഖ്യാപിക്കുന്ന നമ്പറുകളുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്, അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും, ഇതാണ് നമ്മൾ 2ാമത് പഠിക്കാൻ പോകുന്നത്. 3ാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, സാമ്പത്തിക ആരോഗ്യം എങ്ങനെ അളക്കാൻ കഴിയും, അത് അളക്കാൻ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ചെക്കപ്പ് നടത്തിയിട്ട് ഈ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് പറയുമല്ലോ. അതുപോലെ സ്ഥാപനത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തേണ്ടത് എങ്ങനെയാണ്, ഇതാണ് നമ്മൾ 3ാമത് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഈ കോഴ്സിലൂടെ നമുക്ക് പഠിക്കാം.